ഹായ് ആർമീസ്, ഞാൻ ജുസൈനി വേണ്ടി 21 എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കണ്ടോ, ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് കമൻറ്റ് എന്തായാലും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ്. രവി, മായ, നിങ്ങൾ എപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്? ഞങ്ങൾ ഇന്ന് തന്നെ പോവും. 2 ദിവസമായല്ലോ ഓഫീസിൽ പോയിട്ട്. ആ സിധു, നീ എപ്പോഴാണ് പോകുന്നത്? അങ്കിൾ, ഞാൻ ഇന്ന് തന്നെ പോവും. നാളെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യേണ്ട ഫസ്റ്റ് ഡേ. ഓ, ആ കാര്യം ഞാൻ മറന്നുപോയി. നിന്നോട് കുറച്ച് ദിവസം കൂടെ നിൽക്കാൻ പറയാൻ വരുമായിരുന്നു. സാരിയില്ല, സമയം കിട്ടും, ഇങ്ങോട്ട് ഇറങ്ങുക. അങ്കിൾ, വരാം. പാർത്തോലോക്, നിങ്ങൾ ഹണിമൂണിനൊന്നും പോകുന്നില്ലേ? നിങ്ങളെന്തായാലും ഇങ്ങനെ കണ്ണും വെച്ച് നോക്കുന്നത്? ഞാൻ നിങ്ങളോട് തന്നെ ചോദിച്ചത്. പോണില്ല. ഇപ്പൊ തന്നെ ഓഫീസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അത് ശരിയാകത്തില്ല. പിന്നെ ഇവിടെ മാഡം ഫസ്റ്റ് സെം എക്സാം ഒക്കെ വരുമല്ലേ. ഇപ്പൊ 2-3 ആഴ്ചയ്ക്ക് ആയില്ലേ കോളേജിൽ പോയിട്ട്. പഠനല്ലേ ഇമ്പോർട്ടൻറ്റ്. എടാ കാരണേ, ഈ കാർത്തികന്മാർക്ക് എന്തൊരു ഒത്തൊരുമയാ. ശരിയാ ചേട്ടാ. അതും ശരിയാ. ഇപ്പം തന്നെ ഓഫീസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവരുടെ എക്സാമൊക്കെ അല്ലേ. ഇനി ഓഫീസിൽ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഇവരുടെയൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞ് അവധിയൊക്കെ സമയത്ത് പോകാം. ഹലോ. എന്ത്? ഞാനിപ്പോ തന്നെ വരുവാ. രവി, പിള്ളേരെ വാ, നമുക്ക് ഓഫീസ് വരെ പോകേണ്ട അത്യാവശ്യമുണ്ട്. ലച്ചു, നിനക്കെന്താ എന്നോട് പറയണമെന്ന് പറഞ്ഞത്? ചേട്ടൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരണം. കുറച്ച് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തിനാ ഞാൻ തിരക്കാൻ ചേട്ടനോട് ചോദിക്കരുത്. അത് ഞാൻ ചേട്ടനോട് പറയാം. പക്ഷെ ചേട്ടൻ തിരക്കി തരണം. നീ ആദ്യം കാര്യം പറ. അത് രമ്യ ആൻറ്റീനെ മീനുവിൻ്റെ അച്ഛനെ പറ്റി ഒന്ന് അന്വേഷിക്കണം. അവർ നാട്ടിൽ നിന്ന് തറവാട്ട് ജോലിക്ക് വരുന്നത് തൊട്ട് മീനുവിനെ രമ്യ ആൻറ്റീനെ അമ്മാവൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വരെയുള്ള കാര്യങ്ങൾ. ലച്ചു, നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ, എന്തിനാന്ന് എന്നോട് ചോദിക്കലും. ഞാൻ പറയാം ടൈം ആകുമ്പോൾ. പക്ഷെ ചേട്ടനിപ്പോൾ അന്വേഷിച്ചതിനോട് പറയണം. ഞാൻ അന്വേഷിക്കാം. എൻ്റെ പെങ്ങളിനോട് ആദ്യമായിട്ട് ചോദിക്കുന്ന കാര്യം ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? പിന്നെ ചേട്ടാ, ഞാൻ ചേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞത് ഇവിടെ ആരും അറിയില്ല. ആരും അറിയില്ല. ഓ, എനിക്ക് ഇപ്പോഴൊന്ന് സമാധാനമായത്. എന്തായാലും നമ്മുടെ ഒരു കമ്പനിയിൽ നിന്നല്ലല്ലോ ആരും ഈ ഫയലൊന്നും ചോർത്തിയത്. രവി, എനിക്ക് ഇപ്പോഴും സമാധാനം കിട്ടിയത്. ഇനി എന്തായാലും പേടിക്കണ്ട സാർ, എല്ലാം ശരിയായില്ലേ? ഇപ്പൊ എല്ലാം ശരിയായി. ശങ്കർ സ്കൂപ്പ് നമ്മളോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നും ശരിയായില്ല അച്ഛാ. ശങ്കർ സ്കൂപ്പ് നമ്മുടെ പ്രശ്നങ്ങൾ അത് ശരിയായി. പക്ഷെ അതിന് വലിയ പ്രശ്നം ഇനി ഇവിടെ കിടക്കുമല്ലേ, അല്ലേ ത്രിലോക്? നീ എന്താ പറഞ്ഞു വരുന്ന പാർത്ത്? ഇനി എന്താ പ്രശ്നം? പ്രശ്നം നമ്മൾ AJ ഗ്രൂപ്പുമായിട്ട് സൈൻ ചെയ്ത പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിന് എന്താ കുഴപ്പം? അത് ഓൾറെഡി ത്രിലോക്ക് പോയി ഓക്കെ ആക്കുകയും ചെയ്തു. നമ്മളത് സൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മളത് ഓൾറെഡി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അത് സ്റ്റാർട്ട് ചെയ്യാനെ പറ്റി ആലോചിക്കാനിരിക്കുമല്ലേ. ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടേന്ന് നമ്മൾ ഒന്നുകൂടെ തീരുമാനിക്കേണ്ടി വരും, അല്ലേ ത്രിലോകരൻ? നീ എന്താ പറഞ്ഞു വരുന്ന പാർത്ത്? അച്ഛൻ നമ്മൾ AJ ഗ്രൂപ്പുമായിട്ട് ഈ പ്രോജക്റ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന കാര്യം ഒപ്പിട്ടിരിക്കുന്നത്. AJ ഗ്രൂപ്പ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്ക് ഈ വർഷം തന്നെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. 1.5 വർഷങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടി വേറൊരു കമ്പനിയായിട്ട് കൊളാബ് ചെയ്ത് ഇത് ചെയ്യുള്ളൂ. നമ്മൾ ഓൾറെഡി അവിടെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അച്ഛൻ ഏത് കമ്പനിയായിട്ട് കൊളാബ് ചെയ്യണമെന്ന് ത്രിലോകനോട് പറയാൻ പറഞ്ഞത്? രവിയുടെ കമ്പനി അല്ലാതെ ഏതാ? നമ്മൾ ഈ 2 കമ്പനിയും കൂടെ ഇത്രയും വർഷമായിട്ട് എല്ലാ പ്രോജക്റ്റും ഒരുമിച്ചല്ലേ ചെയ്യുന്നത്. ബട്ട് അച്ഛ, AJ ഗ്രൂപ്പിന്റെ ഫയലില് നമ്മുടെ കൂടെ കൊളാബ് ചെയ്ത് നടത്താൻ പോകുന്ന കമ്പനിയുടെ പേര് JJ ഗ്രൂപ്പ് എന്നാണല്ലോ കിടക്കുന്നത്, അല്ലേ ത്രിലോക്? പാർത്ത്, നീ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ സത്യമാണ് പറയുന്നത് അച്ഛ. വേണമെങ്കിൽ അച്ഛൻ AJ ഗ്രൂപ്പിലേക്ക് വിളിച്ച് ചോദിക്കും. എനിക്ക് ഈ കാര്യത്തിൽ കള്ളം പറയേണ്ട ആവശ്യമില്ല, ത്രിലോകിനെ പോലെ. ത്രിലോക്, പാർത്ത് പറഞ്ഞ സത്യമാണോ?
പാർത്ത് പറഞ്ഞിക്ക് സത്യ. ഞാൻ എങ്ങനെ നിങ്ങളൊക്കെ പറ്റി പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ പാർത്തായിട്ട് തന്നെ പറഞ്ഞു, ഇനി എനിക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞാൻ AJ ഗ്രൂപ്പിന് നമ്മുടെ കൂടെ കൊളാബ് നടത്താൻ നമ്മുടെ കമ്പനിയുടെ പേരിന്റെ സ്ഥാനത്ത് JJ ഗ്രൂപ്പിന്റെ പേരാ കൊടുത്തത്. ത്രിലോക്, നീ ഇതെന്താ ചെയ്ത് വെച്ചിരിക്കുന്നതിനൊക്കെ വല്ല ബോധമുണ്ടോ? എന്നിട്ട് നീ ഇത് കൂളായിട്ട് ഇപ്പൊ എന്റെ ഫ്രണ്ട് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഞാൻ ചെയ്ത കാര്യം പറയണമെന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഞാൻ ഈ തീരുമാനം എടുത്ത് നല്ല ബോധത്തോടെ തന്നെയാ. പിന്നെ എനിക്ക് ആ തീരുമാനമെടുക്കുള്ള അവകാശം ഉണ്ടെന്ന് കരുതിയിട്ട് തന്നെ ഞാൻ ഈ തീരുമാനം എടുത്തത്. ത്രിലോക്, ഇപ്പോഴും നിനക്ക് നീ ചെയ്ത് വെച്ചിരിക്കുന്നത് സീരിയസ്നെസ് അറിയില്ല. JJ ഗ്രൂപ്പ് വർഷങ്ങളായിട്ട് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ശത്രുക്കളാ. അവർ നമുക്കിട്ട് പണിയാൻ ഒരു കാര്യം നോക്കിയിരിക്കുക. അങ്ങനെയുള്ള അവരെയാണ് നമ്മുടെ കമ്പനിയോട് കൊളാബ് ചെയ്ത് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നീ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളിപ്പോ ശത്രുക്കൾ എന്ന് പറഞ്ഞല്ലോ. ആ ശത്രുക്കൾ തന്നെ നിങ്ങളുടെ മോന് നിങ്ങളെ ജയിലിൽ പോയി ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ശങ്കർ സ്കൂപ്പിൽ നാട്ടിൽ പോയിച്ചൊക്കെ ചോട്ട് ചെയ്യുന്നു. മങ്ങത്തൊഴിയാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന്. അത് നിങ്ങളുടെ PA മിഥുൻ, അവനെ ഇതൊക്കെ ചോർത്തി കൊടുത്തത്. അവനെ രാവിലെ വിളിക്കുന്നത് ഇവരെ ഫോൺ എടുത്തോളില്ല, ഫോൺ എടുക്കില്ല. അവനവന്റെ കുടുംബത്തെ കൂട്ടി നാട് വിട്ടു. ഞാൻ കുറച്ചു ദിവസം നാളെ തെറ്റി നടക്കുന്നത് ഇവരെ പൂജ പോലും കിട്ടിയിട്ടില്ല. ത്രിലോക്, നീ എന്താ പറയുന്നേ? ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. JJ ഗ്രൂപ്പിന്റെ CEO ജെറിൻ പാലക്കൻ എന്റെ ഫ്രണ്ടാണ്. ഇവിടെ ഇത്ര സംഭവങ്ങൾ ഉണ്ടായപ്പോ തന്നെ ജെറിനെ വിളിച്ച് അവന്റെ കമ്പനിയെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അവൻ അന്വേഷിച്ചതിൽ പറഞ്ഞത് അവന്റെ അച്ഛൻ ഈ പ്രോജക്ട് ചോട്ടി കൊടുത്തത് മിഥുനാണെന്ന്. അത് അറിഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം, കൊച്ചച്ഛനും ഭാഗത്തും ജയിലിൽ പോയി നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്കിത് ഈ പ്രശ്നങ്ങൾ ശരിയാക്കണമായിരുന്നു. പക്ഷെ എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ജെറിനോട് ഹെൽപ്പ് ചോദിച്ചു. അവൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ കരുണുവിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോയി ശങ്കർ സ്കൂപ്പിലെ സ്റ്റാഫായ ജേക്കബിനെ പോയി കണ്ടു. കുറച്ച് പൈസ കൊടുത്തിട്ട് ഈ കേസ് ഏൽക്കണമെന്ന് പറഞ്ഞു. അവനെ ഏക്കാന്നും പറഞ്ഞു. പിന്നെ എന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ടാസ്ക് ജെറിന്റെ പപ്പ ജോസഫ് പാലക്കിലായിരുന്നു. അങ്ങനെ കൊണ്ട് ഞാൻ എങ്ങനെ ഇത് സമ്മതിപ്പിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അവരുടെ കമ്പനി ഓൾറെഡി കുറച്ച് ലോസിൽ പോയതുകൊണ്ട് ഞാൻ ഈ പ്രോജക്റ്റ് അയാൾക്ക് ഓഫർ ചെയ്തപ്പോൾ തന്നെ അയാൾ ഓക്കെ പറഞ്ഞു. പിന്നെ അയാള് കള്ളസാക്ഷി പറഞ്ഞു. ശങ്കർ സ്കൂപ്പിൽ നിന്ന് ജേക്കബാണ് അയാൾക്ക് ഈ പ്രോജക്റ്റ് ഓട്ടി കൊടുത്തത്. പിന്നെ അന്ന് ഞാൻ അറിഞ്ഞിട്ട് ഇതിനെ പറ്റി സംസാരിക്കാതിരുന്നത് നിങ്ങൾ ഓൾറെഡി ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സമ്മതിച്ചു തരില്ല. അതും കൂടെ കൊണ്ടാ. ചിലപ്പോൾ ഞാൻ ചെയ്തൊക്കെ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നാം, പക്ഷെ എനിക്കതൊക്കെ ശരിയാണ്. ഈ ത്രിലോകേട്ടൻ എങ്ങനെ ഇത്തരം പച്ചക്കള്ളങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ഒരു കോഴ്സിൽ അത് വിളിച്ച് പറയാൻ പറ്റുന്നത്? അതും നുണ പറയുമെന്ന് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ. നീ എന്താ അവനെ പറ്റി കരുതി വെച്ചേക്കുന്നത്? ഇതൊക്കെ അവനെ കൊണ്ട് മാത്രമേ പറ്റൂ. എന്തായാലും ഇപ്പൊ മനസ്സിലായില്ലേ ത്രിലോകേട്ടൻ എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ലക്ഷ്മി കല്യാണത്തിന് സമീപിച്ചെന്ന്. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ത്രിലോകനെ കളിച്ചിരിക്കുന്ന ഗെയിം ഭയങ്കര റിസ്ക്കാ. എനിക്കൊന്നും ചിന്തിച്ച് നോക്കാൻ പോലും പറ്റില്ല. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ത്രിലോകന്റെ ലൈഫ്, നമ്മുടെ ഒക്കെ ലൈഫ് എല്ലാം തകർന്നാണ്. നമ്മൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ ബിസിനസ്, നമ്മുടെ അഭിമാനം, നമ്മുടെ കുടുംബം എല്ലാം തകർന്നാണ്. എന്നാലും ത്രിലോകനെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും വൈരാഗ്യമാണോ അങ്ങേർക്ക്? സത്യം പറയുവാണെങ്കിൽ വൈരാഗ്യം മൊത്തം അങ്ങേർക്ക് കണ്ണു കാണാൻ പാടില്ല. അതാ സത്യം. അവന് മാത്രമല്ലല്ലോ വൈരാഗ്യമുള്ളത്, എനിക്കുണ്ട് വൈരാഗ്യം. അവൻ ജനിച്ച അമ്മയുടെ വയറ്റിൽ തന്നെയല്ല ഞാനും ജനിച്ചത്. അപ്പോൾ എനിക്കത് കാണാതിരിക്കില്ലല്ലോ. പാർത്തേട്ടാ, സത്യം പറയുവാണെങ്കിൽ ചേട്ടൻ അച്ഛൻ ജയിലാക്കുന്നതിന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അവളിതിനൊക്കെ സമ്മതിച്ചത്. സത്യം പറഞ്ഞാൽ ചേട്ടന് വേണ്ടിയിട്ട്, അവൾക്ക് അത്ര ഇഷ്ടമാണ് ചേട്ടനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാ അവൾ ചേട്ടനെ വിട്ട് കളയാൻ പോലും തയ്യാറായത്. എന്നിട്ട് ചേട്ടൻ എന്താ അവളോട് ചെയ്തത്? ചേട്ടൻ അറിയായിരുന്നല്ലോ ത്രിലോകൻ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അയച്ചിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചോണ്ടിരിക്കണമെന്ന്. ഞാൻ വിചാരിച്ചു ചേട്ടൻ അതൊക്കെ കണ്ടുപിടിച്ച് കല്യാണം മുടക്കുമെന്ന്. പക്ഷെ ചേട്ടൻ എന്താ ചെയ്തത്? സത്യം പറഞ്ഞാൽ ചേട്ടൻ അവളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടൻ ത്രിലോകൻ തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസമുള്ളതെന്ന് നീ താമസിക്കാതെ തന്നെ കണ്ടോളൂ. പിന്നെ അവളെ അവൻ ഭീഷണിപ്പെടുത്തിയെങ്കിൽ അത് കണ്ട് പേടിക്കുമല്ലാതെ അവൾ വന്ന് എന്നോട് പറയണമായിരുന്നു. അവൾ അത്രയ്ക്കും കഴിവില്ലാത്തവനായിട്ടല്ല എന്നെ കണ്ടത്. ത്രിലോകന്റെ ഭീഷണി മുമ്പ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നല്ല അവൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടല്ല അവൾ അവൻ പറഞ്ഞു കേട്ടോ താഴെ തുള്ളിക്കൊണ്ടിരുന്നത്.
പാർത്തേട്ടാ, ചേട്ടാ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഋത്തിക്ക് ഇനി അവളെ പറ്റി നമുക്ക് സംസാരിക്കണ്ട. ആ വിഷയം ഞാൻ വിട്ടു കളഞ്ഞതാ. ഋത്തിക്, ഈ ജെറിൻപാലക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വല്ല വഴിയുണ്ടോ? ജെറിനോ? ജെറിനെ പറ്റി എന്തിനാ അന്വേഷിക്കുന്നത്? വെല്ലച്ചൻ്റെ ലോകട്ടം പറഞ്ഞ ആളത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. വെല്ലച്ചനൊക്കെ പറയാതെ ഈ ഡീല് മുന്നോട്ട് പോകുമല്ലോ. ഒക്കെ പറയുവാണെങ്കിൽ ജെറിനെ പറ്റി അന്വേഷിച്ചാൽ പോരെ. ഋത്തിക്, നിനക്ക് ജെറിനെ അറിയുമോ? അറിയാം. എങ്ങനെ എങ്ങനെ അറിയാം നിനക്ക് അവനെ പറ്റി? അതെല്ലാം അറിയാം. ഞാൻ പോവാ. അച്ഛൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവസാനം ചെയ്തു കൂട്ടിയതെല്ലാം കൂടെ തേച്ച് വെളുപ്പിച്ചല്ലേ. പാവ അമ്മാവന്മാർക്കറിയില്ലോ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയെന്ന്. ഇപ്പൊ അതെല്ലാം ആരും അറിയാതിരിക്കാൻ വേണ്ടി തേച്ച് വെളുപ്പിക്കുവാണ്. അറിയില്ലെങ്കിൽ പോയി പറയടി. നിനക്ക് അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ പോയി പറ. നിന്റെ അമ്മമാരോട് കൂടെ നിന്റെ മറ്റവനെ വിളിച്ചോ? ഞാൻ എന്തായാലും ഇപ്പൊ അത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാര്യം എന്റെ പാർത്തേട്ടൻ നിങ്ങൾക്ക് വേണ്ടി എന്തോ നല്ലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് എന്റെ പാർത്തേട്ടൻ ചുമ്മാ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ എനിക്ക് ഉറപ്പാ. അതെന്തായാലും അത് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. എന്നെ കെട്ടിങ്കിലും കൂറ് അവിടെ തന്നെയാണല്ലോ അല്ലേ? ഞാൻ സന്തോഷത്തോടെ നിങ്ങൾ കെട്ടിയതല്ലല്ലോ, നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി കെട്ടിച്ചല്ലേ. അപ്പൊ കൂറ് വേറെ ഇടത്തേക്ക് ആയിരിക്കും. അന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യാം, അവന്റെ കൂടെ പോയി കടക്കൊടി. ഓ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയാലോന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചില്ലേ? എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോവാ. പോണേന് മുമ്പ് നീ ഇതും കൂടെ മേടിച്ചോണ്ട് പോടി. എന്തിനാണ് നീ കിടന്ന് കോർന്നത്? അതിന് ഞാനങ്ങ് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇത് മുഴുവനും കഴിഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിയേച്ചാൽ മതി, ആരുടെ അടുത്തിട്ടാണെങ്കിലും. സോറി പിള്ളേരെ, ഡോർ വന്നേക്കണോണ്ട് ഞാൻ പെട്ടത് കയറി വന്ന. സോറി, ഞാൻ പോയേക്കാം. വേണ്ട അമ്മാവ, അവിടെ നിൽക്ക്, കുഴപ്പമില്ല. അല്ല അമ്മാവ എന്താ വന്ന, എന്തെങ്കിലും കാര്യമുണ്ടോ? അത് ഞാൻ ട്രീഡോഗിനോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അമ്മ സംസാരിച്ചോ? ഞാൻ അപ്പച്ചിയുടെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. മോളെ. എന്താ വെച്ചാ സംസാരിക്കണമെന്ന് പറഞ്ഞത്? അച്ഛാ, ഈ വാക്ക് നിന്റെ വായിന്ന് കേട്ടിട്ട് കുറെ കൊല്ലങ്ങളായി. ഇപ്പൊ കേട്ടപ്പോ എന്താ പോലെ. ഞാൻ നിന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വന്നതല്ല. നീ പണ്ട് തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കണ നിന്റെ അമ്മയെ ഞാനും നിന്നോട് സംസാരിക്കുന്ന പോലെ നിനക്ക് ഇറിറ്റേറ്റിംഗ് ആണെന്നല്ലേ. പിന്നെ ഈ റൂം ഞാൻ ലാസ്റ്റ് എപ്പോൾ ഇവിടെ കയറിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പഴുത പോലെ തന്നെയുണ്ട്, ക്ലീനായിട്ട് നല്ല ഭംഗിയായിട്ട്. ഞാൻ വന്നത് നീ ഓഫീസിൽ വെച്ച് പറഞ്ഞ കാര്യത്തെ പറ്റി ഞാൻ എൻ്റെ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് ഒന്നും കൊണ്ടല്ല കേട്ടോ, ഞങ്ങൾക്കത് പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാ എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം അവനെ ഞാനൊരു ആയിട്ട് മാത്രമല്ല കണ്ടത്, എൻ്റെ സ്വന്തം മോനെ പോലെയാണ് കണ്ടത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ നല്ലതിനും ചീത്തതിനും എല്ലാം എൻ്റെ മക്കൾ തന്നെ എൻ്റെ കൂടെ കാണുള്ളൂ. പിന്നെ എനിക്ക് JJ ഗ്രൂപ്പിന്റെ കൂടെ പ്രോജക്റ്റ് ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. രവിക്ക് സമ്മതം. നീ ജെറിനോട് വിളിച്ച് പറഞ്ഞേക്ക്. പിന്നെ ഈ ആഴ്ച തന്നെ ഓഫീസിലേക്ക് വരാൻ പറ. ഈ പോസ്റ്റിനെ പറ്റി നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് സംസാരിക്കാം. പിന്നെ ഈ സിറ്റുവേഷനിൽ നമ്മളെ സഹായിച്ചതിന് ജെറിനോട് താങ്ക്സും കൂടെ പറഞ്ഞേക്ക്. നിന്നെയും പാർത്തിനും നമ്മുടെ കമ്പനിയിലെ ആക്കണെ പറ്റി ആലോചിച്ച സമയത്ത് പാർത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അത് അവൻ കമ്പനി ജോയിൻ ചെയ്ത് തന്നോട്ട് ഇന്ന് വരെ തെളിയിച്ചിട്ടേ ഉള്ളൂ. നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആ വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ മായ്ക്കന് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. നീ നമ്മുടെ കമ്പനി ജോയിൻ ചെയ്ത് തന്നോട്ട് ഇന്ന് വരെ പാർത്തിനെ പോലെ തന്നെ ബെസ്റ്റ് അത് തെളിയിച്ചിട്ടേ ഉള്ളൂ ഞങ്ങളുടെ ധാരണകൾ തെറ്റാണെന്ന്.
പാർത്തിനോട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കമ്പനിക്ക് ഒരു ആവശ്യം വരുമ്പോൾ പാർത്തിന്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതൊക്കെ ചെയ്യുമ്പോഴും ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ഇത്രയും ബാഡ് സിറ്റുവേഷനോട് പോണ സമയത്തും എല്ലാവർക്കും വേണ്ടി നിന്നു നീ എന്നെ ഓരോ ദിവസം തെളിയിച്ചുകൊണ്ടിരിക്കുക നീ പാർട്ടിനെ പോലെ തന്നെ ബെസ്റ്റ് ആണെന്ന്. എന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യം നിനക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് നിന്നോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ പാർട്ടിനെ പോലെ നീ എന്റെ ഹീറോ ബേബിയാ, ചെറുപ്പം മുതലും ഇന്ന് വരെ. പിന്നെ രമ്യ പോയിന്റെ വിഷമത്തിലാണ് നീന്ന് എനിക്കറിയാം. ഞാൻ അവളോട് ഒരു പരമാവധി പറഞ്ഞു നോക്കി ഇവിടെ നിൽക്കാൻ, പക്ഷെ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു മീനുവിന് വേണ്ടി മാത്രമല്ല അവൾ ഇത്രയും കൂടെ ഇവിടെ നിന്നത്, നിനക്കും കൂടെ വേണ്ടിയിട്ടല്ലേ. ഇനി ഞാൻ എൻ്റെ മോന് വേണ്ടി അവളോട് പിടിച്ചു നിർത്തുന്നത് ശരിയല്ലല്ലോ. നിനക്ക് എന്ത് വിഷമം വന്നാലും നീ ആദ്യം പോയി പറഞ്ഞ രമ്യയോടാണെന്ന് എനിക്കറിയാം. അവളോട് മാത്രമേ നീ പറയാറുള്ളൂ. അവളോട് പോയി പറയുമ്പോൾ അവൾ നിന്നെ ആശ്വസിപ്പിക്കുമ്പോൾ നീ ഓക്കെ ആണെന്ന് നിനക്കറിയാം. ഇപ്പൊ അവളോട് ഇല്ലെന്ന് വെച്ച് നീ വിഷമിക്കില്ല. താഴത്ത് എൻ്റെ നമ്മുടെ റൂമുണ്ട്, ഞങ്ങളോട് വന്ന് എന്ത് നിനക്ക് പറയാം. അത് പറ്റിയില്ലെങ്കിൽ വേണ്ട, ലച്ചു ഉണ്ടല്ലോ, ഇപ്പൊ മീനു കൂടെ ഉണ്ട്, അവരോട് പറയണം, അവരോടെങ്കിലും പറയണം, അല്ലാതെ ഓരോന്നും മനസ്സിൽ വെച്ച് വിഷമിക്കില്ല. അച്ഛന് പേടിയാണോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വല്ല വയലന്റ് ആയിക്കഴിഞ്ഞാൽ എമ്മയാൻ്റെ ഇല്ലാത്തതുകൊണ്ട് എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന്. പേടിക്കണ്ട, എന്റെ ഡ്രോയിലെ മഞ്ഞുകുളി കിടപ്പുണ്ട്, അതെടുത്ത് കഴിച്ചിട്ട് ഈ മൂല എവിടെയെങ്കിലും കിടന്നോളാം, ആരും ശല്യപ്പെടുത്തത്തില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ എന്നോട് പറയാനുള്ള കാര്യം എന്നുള്ള കെയറ് കൊണ്ടാണെന്നൊന്നും ഞാൻ പറയില്ല. അത് നിങ്ങൾക്ക് പണ്ടും ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. നിങ്ങളുടെ ഒരേ ഒരു പെങ്ങളുടെ ഒരേ ഒരു മോളെ എനിക്ക് കിട്ടിച്ചു തന്നിട്ടുണ്ടല്ലോ, ഞാനിനി വലുണ്ടായി അവളെ വല്ല ചെയ്താണെന്ന് ഓർച്ചിട്ടായിരിക്കും അല്ലേ. എന്തായാലും പിതാശ്രീ പേടിക്കണ്ട, ഡോക്ടർ ഇതെന്ന ഗുളിയാ 8 വർഷമായിട്ട് മുടങ്ങാതെ തന്നെ ഞാൻ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സമാധാനത്തോടെ നിങ്ങൾക്ക് പോയി കിടന്നു തുടങ്ങാം. ത്രിലോക്, നീ എന്നെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല, ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഞാൻ ഈ ലോകത്ത് ഏറ്റവും വൃത്തികെട്ട അച്ഛനാന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. നിർമ്മല ഈ ലോകത്ത് ഏറ്റവും വൃത്തികെട്ട അമ്മയാന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടിക്കോട്ടെ. നിന്റെ സന്തോഷങ്ങളൊന്നും ഞങ്ങൾ എതിര് നിൽക്കുന്നില്ല. നീ ഇന്നിങ്ങനെ ആകാനുള്ള കാരണം ഞാൻ മാത്ര. 2 മക്കളുടെ ഇപ്പൊ ഞാൻ കരുതി അവരെന്നെ പോലെ പെർഫെക്റ്റ് ആയിരിക്കും. അവരെന്നെ പോലെ ആണെങ്കിൽ മാത്രം ഭാവിയിലർക്ക് മഹേശ്വർ ഗ്രൂപ്പ് ഭരിക്കാൻ പറ്റൂ. ഞാൻ അത്ര മാത്രമേ കരുതിയുള്ളൂ. പാർത്ത് അങ്ങനെ ഒരു മോനായിരുന്നു എനിക്ക്, പക്ഷെ നീ അങ്ങനെ ആയിരുന്നില്ല. നീ എന്താ പാർത്തിനെ പോലെ ആകാത്തതിന്റെ പറഞ്ഞ് ഞാൻ ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ടുണ്ട്. നിന്റെ ഇഷ്ടങ്ങൾ എന്താണോ, നിന്റെ കുറവുകൾ എന്താണോ, നിന്റെ പ്രശ്നങ്ങളെന്ന് ഞാൻ ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല. പാർത്തിനെ പോലെ നീ എന്താ ആകാത്തത്, ഞാൻ അത് പറഞ്ഞ് നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നിന്റെ മെന്റൽ ഹെൽത്തിന് ഇത്രമാത്രം ബാധിക്കൂന്ന് എനിക്കറിയില്ലായിരുന്നു. നീ ഞങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്തേക്ക് നീ അകന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്ത തെറ്റെന്താന്ന് എനിക്ക് മനസ്സിലായത്. അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിന്റെ ഈ അവഗണനം അത് ഞാൻ ഇനി അനുഭവിച്ചോളാം, മരിക്കുന്ന വരെ അനുഭവിച്ചോളാം. എന്നോടുള്ള ദേഷ്യം നീ നിർമ്മലയോടും പാർത്തിയോടും കാണിക്കില്ല, വീട്ടിൽ ആരോടും കാണിക്കില്ല. ഇവിടെ എല്ലാവരും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എല്ലാവർക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് നീ ഒന്ന് മനസ്സിലാക്കുക. നിർമ്മല എല്ലാ രാത്രി ഇരുന്ന് കരയും, നിന്നെ പറ്റി പറഞ്ഞു. എനിക്കറിയില്ല അവളോട് എന്താ പറയണ്ടേ. പാർത്തിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. തെറ്റ് ചെയ്തത് അവനല്ലല്ലോ, ഞാനല്ലേ. അവൻ അന്നും ഇന്നും ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ ഓരോന്ന് ചെയ്യുമ്പോഴാണ് അവൻ തിരിച്ചു ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ എത്ര തവണ തർക്കം ഉണ്ടായിട്ടുണ്ട്, ഒരിക്കൽ പോലും അവൻ നിന്റെ മെന്റൽ ഹെൽത്തിയോ നിന്റെ അസുഖത്തെയോ പറഞ്ഞ് കളിയാക്കിയിട്ടില്ല. അവന് വേണമെങ്കിൽ അത് പറയായിരുന്നു, അപ്പൊ അവൻ ആ തർക്കത്തിൽ ജയിക്കുകയും ചെയ്യായിരുന്നു. പക്ഷെ അവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം നീ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. വേണമെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിനെല്ലാം കൂടെ ചെയ്ത് ഞാൻ നിന്റെ കാല് പിടിക്കാം, കാല് പിടിച്ച് മാപ്പ് പറയാം. അപ്പോഴെങ്കിലും നീ
ഞങ്ങളോടൊക്കെ ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കുമെങ്കിൽ ഞാൻ അതിൽ തയ്യാറാ. അച്ഛ പ്ലീസ് എന്നെ ശല്യപ്പെടുത്താത്തൊന്ന് പോ. ആരും എന്റെ കൈയും കാലും ഒന്നും പിടിക്കണ്ട. എനിക്കിവിടെ ആരുടെ സ്നേഹത്തിന്റെ ആവശ്യമില്ല. ഞാൻ ഇത്ര നാളെ എങ്ങനെയാ ജീവിച്ചാൽ അതുപോലെ തന്നെ ജീവിച്ചോളാം. എനിക്ക് ആരുടെ ഒരു മണ്ണാൻ കൊട്ടാൻ ആവശ്യമില്ല. പ്ലീസ് ഇവിടെ നിന്ന് പോ, ഒന്ന് പോയിത്താ. ആ ഞാൻ പോവാം. നിന്നെ ശല്യപ്പെടുത്തുന്നില്ല. നിന്നോട് സംസാരിച്ചിട്ട് കുറെ കൊല്ലങ്ങളായി, അതുകൊണ്ട് സംസാരിച്ചെന്നേ ഉള്ളൂ. നിന്റെ ഇഷ്ടം എന്താ നീ അതുപോലെ തന്നെ ചെയ്തോ. ഞാൻ ശല്യപ്പെടുത്തില്ല. ഞാൻ പോവാ. അമ്മാവനിതെന്തേ പറഞ്ഞിട്ട് പോകുന്ന? ത്രിലോകേട്ടൻ എന്താ പ്രശ്നം? എന്താ അസുഖം? മെന്റൽ ഹെൽത്ത് എന്നൊക്കെ പറയുന്ന ചേട്ടനോട് തന്നെ ചോദിച്ചാലോ? റൂമിലേക്ക് വരുന്ന രച്ചു കാണുന്നത് അവിടെ ഇരുന്ന് കഴിയുന്ന ത്രിലോകിനിയാണ്. ആർക്കും ഇനി ഇഷ്ടമല്ല. ആർക്കും എന്നെ വേണ്ട. ആർക്കും എന്നെ വേണ്ട. എനിക്ക് ആരുടെ സ്നേഹം ആരുടെ ഞാനിപ്പോ എന്താ ചെയ്യും? മീനുവിനെ വിളിക്കാം. ചേട്ടൻ ഇവിടെ കിടന്നുറങ്ങണം. വെളിയിലൊക്കെ ഒന്നും പോയി കിടക്കരുത്. നീ എന്നെ ഭരിക്കുവാണോ? ഞാൻ ചേട്ടനെ ഭരിക്കാനൊന്നും വന്നില്ല. ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇവിടെ കിടക്കണം, പുറത്തു പോയി കിടക്കില്ലെന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. അത് എൻ്റെ സൗകര്യം. എനിക്കിവിടെ കിടക്കാൻ തോന്നി ഞാൻ ഇവിടെ കിടക്കും, ഇവിടെ കിടക്കാൻ തോന്നി ഞാൻ കിടക്കില്ല. ഇപ്പം എനിക്ക് എന്തായാലും ഇവിടെ കിടക്കാൻ ഒരു മൂടും ഇല്ല. ഞാൻ വെളിയിൽ തന്നെ പോയി കിടക്കും. പ്ലീസ് ഇവിടെ കിടക്ക്. എന്നോടുള്ള ദേഷ്യത്തിന് വെളിയിൽ പോയി കിടക്കുന്നേ. ഇപ്പൊ വീട്ടുകാരെ കൊണ്ട് പറയിക്കുന്നത്. ഓ, മോടെ പ്രശ്നം ഇതായിരുന്നു, വീട്ടുകാരെ കൊണ്ട് പറയിക്കുന്നത്. ഞാനിവിടെ കിടക്കാം. ഇവിടെ കിടക്കണമെന്ന് എനിക്കെന്താ ഗുണം? ഞാൻ പറയുന്ന എല്ലാം നീ അനുസരിക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കിടക്കാം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. നിന്റെ മകനും സമ്മതമാണെന്ന് ഞാൻ കരുതിക്കോട്ടെ. മീനു, ലജ്ജു, എന്താണ് പറ്റിയെ? അവിടെ റൂമിൽ എനിക്കറിയില്ല എന്താ പറ്റിയെന്ന്. നീ ഒന്ന് റൂമിലേക്ക് പ്ലീസ്. ഞാൻ വരുവാ, നീ നടക്ക്. ത്രിലോകേട്ടാ, എനിക്കാരില്ല. ആർക്കും എന്നെ ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടമല്ല. എല്ലാരും കള്ളം പറയുന്നത്. അച്ഛന് കള്ളം പറയുന്നത്. എല്ലാരും കള്ളം പറയുന്നു. പക്ഷേ കേൾക്കുന്ന ഇഷ്ടമല്ല. എനിക്കത് കേൾക്കുന്ന ഇഷ്ടമല്ല.
ആരും വേണ്ട, ആരും വേണ്ട. വിട നീ എന്നെ, വിട. എനിക്ക് ആരും വേണ്ട, എനിക്ക് ആരും വേണ്ട. ഒരു ലച്ചു, ആ ഡ്രോയിലൊരു മെഡിസിൻ ഉണ്ട്, ഒരു ബോക്സിനകത്ത്. അതിലെടുത്ത് പിന്നെ വെള്ളം എടുക്ക. ലച്ചു, നീ എന്താ ലോകത്തോട് പറഞ്ഞത്? ചേട്ടൻ ഈ അവസ്ഥ മാത്രം. സത്യത്തിൽ എനിക്ക് അറിയില്ലടി, ഞാനൊന്നും പറഞ്ഞില്ല. അമ്മ അവനോട് വന്നിട്ടുണ്ടായിരുന്നു, അവർ തമ്മിൽ സംസാരിക്കുമായിരുന്നു. അമ്മ പോയ ശേഷം ഇങ്ങനെയൊക്കെ. എനിക്കറിയില്ല എന്താന്ന്. ദേവച്ചനോ? ദേവച്ച അച്ഛനെ എന്ത് ബാധിച്ച? ത്രിലോകേട്ടനെ ഉപദേശിച്ചൊന്നും മര്യാദ വീണ്ടും തുടങ്ങിയോ? മീനു, നീ എന്തായി പറയുന്നത്? അതെ മീനു, നീ എന്താ അച്ഛനോട് ഈ പറയുന്നത്? നിർമ്മലമ്മ കുറച്ചു നേരം ദേവത്തിന് ത്രിലോകേട്ടൻ റൂമിൽ പോയിരുന്നു. സംസാരിക്കണമെന്ന് പറഞ്ഞാൽ പോയത്. ദേവത്തോടെ ഇറങ്ങിയ ശേഷം ത്രിലോകേട്ടൻ തീരെ ഓക്കെയല്ല. എന്തൊക്കെയോ പിരിച്ച് മീൻ പറഞ്ഞിട്ടൊന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ലക്ഷ്യനെ കൂടി സമാധാനിക്കാൻ പറ്റുന്ന ഉറപ്പായതുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് വന്നു. ഞാനിപ്പോ മെഡിസിൻ കൊടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് അടുത്തെടുത്തേക്കുക. മീനു, ഞാൻ ത്രിലോകനോട് ഓഫീസിലെ കാര്യം സംസാരിക്കാൻ വേണ്ട പോയത്. എന്നിട്ട് അത് തന്നെയാണോ സംസാരിച്ചത്? എനിക്ക് ഈ കാര്യത്തിൽ അച്ഛന് വിശ്വാസമില്ല. അച്ഛനെയല്ല, ആരെയും വിശ്വാസമില്ല. മീനു, അത് ഞാൻ അല്ല, ഇത്രയും കൊല്ലായിട്ട് ദേവച്ചൻ ലോകം റൂമിൽ കയറിയിട്ടില്ല. പിന്നെന്താ പെട്ടെന്ന് അത് രമ്യമ്മയോട് ഇല്ലാത്ത സമയത്ത് പോയി കയറിയത്? ഓഫീസിൽ കാര്യങ്ങൾ ഓഫീസിൽ വെച്ച് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഓഫീസിൽ പറഞ്ഞിട്ട് ഞാൻ വന്നപ്പോ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനെന്താ ഉദ്ദേശിച്ചെന്ന് ദേവച്ചന് മനസ്സിലായിട്ടുണ്ട്. പ്ലീസ്, ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. ഇനിങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കിപ്പം ത്രിലോകനെ നിയന്ത്രിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ദൈവത്തിന് രണ്ടുപേരും ഇപ്പം ആ റൂമിലേക്ക് പോകും. ഇപ്പോഴല്ല, ഒരിക്കലും. ഞാൻ ഒരുപാട് ചെയ്തതാ. അതും പറഞ്ഞു മീനു അവിടെ നിന്ന് അങ്ങ് പോയി. ദേവേട്ട, എന്താ അവളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇതിപ്പോ എന്റെ തെറ്റാ നിർമ്മലേ. ഞാൻ അവരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു. അത് വേണ്ടായിരുന്നു. മീനു, അവിടെ നിൽക്ക. എന്താ ത്രിലോകത്തിന് പറ്റിയത്? എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ ഈ വീട്ടിൽ ആരും അല്ലെന്ന് എനിക്കിപ്പോ തോന്നിപ്പോവാ. പറ നീ, എനിക്കറിയണം ത്രിലോകന് എന്താ പ്രശ്നം. അത് ഞാൻ പറഞ്ഞാൽ മതിയോ? ഒരാളെ പ്രണയിക്കുമ്പോഴും അയാളെ മാത്രമേ കിട്ടുമെന്ന് വാശി പിടിച്ചിരിക്കുന്നതിന് മുൻപ് അയാളെ പറ്റി ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കുന്നുള്ളതായിരിക്കും. അല്ല, ഇതുവരെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി ഒന്നും എന്നോട് പറഞ്ഞില്ലേ? സാരമില്ല, ഞാൻ നല്ല വിശദമായിട്ട് പറഞ്ഞു തരാം. സത്യത്തിൽ അത് പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ, അല്ലേ? ഇനി വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയാം. എൻ്റെ ബ്രദർ, നിന്റെ ഹസ്ബൻഡ്, മഗേശ്വർ കമ്പനിയുടെ MD ത്രിലോക് ദേവ് മഗേശ്വർ ഈസ് മെൻ്റൽ പേഷ്യൻറ്റ്.